ഹലോ ഗൈസ്, ഇത് ഞാൻ തന്നെയാണ് ഗൈസ്. നിങ്ങൾക്ക് ചാനൽ മാറിയിട്ടൊന്നുമില്ല. ഞാൻ ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയതാണ്, ഞാൻ തന്നെ ചെയ്താണ് ഗൈസ്. അത് കുറച്ച് പാളിപ്പോയി എന്നുള്ളൂ. ഞങ്ങൾ ഈ പെൺകുട്ടികൾക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. നമ്മൾ ഇന്ന് കടലിലാണ് ഗൈസ് ചൂണ്ടാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കുറേ ദിവസം പോയിട്ടുണ്ട്, എന്നിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ തളരില്ല. ഞാൻ ഇന്നും കടലിലാണ് ഗൈസ് ചൂണ്ടാൻ വേണ്ടി പോകുന്നത്. ഞാൻ ചായയും വടയൊക്കെ കഴിച്ചിട്ട് നല്ല എനർജി ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഇന്ന് നമ്മൾ പിടിച്ചിട്ടേ പോവുള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അറിയില്ല, നമ്മൾ കുറച്ച് നേരം നടക്കണം കേട്ടോ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. ഇനി നമ്മൾക്ക് കടലിലെത്തിയിട്ട് കാണാം കേട്ടോ. നമ്മളൊരു വഴിക്ക് പോണത് കൊണ്ട് നമ്മൾ ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളിതേ തീറ്റയ്ക്ക് ഇനി അത്ര ദൂരം പോകുമെന്നാണ് നമ്മൾക്ക് നോക്കേണ്ടത് കേട്ടോ. കുറച്ചോനെ കാത്തോളേ, നമ്മുടെ ഫ്ലോട്ട് ദീ അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾക്ക് മീൻ കിട്ടണം കേട്ടോ. നമ്മൾ എത്ര കുറേ നേരമായി ഗൈസ് ഇങ്ങനെ കഷ്ടപ്പെടണം, മീനൊന്നും കിട്ടുന്നില്ല. ഗൈസ് മീൻ വന്ന് കൊത്തുണ്ട്. മീൻ വന്ന് മേലേക്ക് മീൻ വന്നിട്ടുണ്ടായിരുന്നു, ഒരു കറുത്ത കളർ മീൻ. ഗൈസ് മീനൊക്കെ കിട്ടി. ഞാനോ ഗൈസ് മീനുണ്ട്. നമ്മുടെ ഫ്ലോട്ടിൻ്റെ അടുത്ത് മീനുണ്ട് കേട്ടോ. ഫ്ലോട്ടിൻ്റെ അല്ലേ, നമ്മുടെ തീറ്റിൻ്റെ അടുത്ത് മീൻ. പക്ഷേ നമ്മൾക്ക് കുറച്ച് ഇങ്ങനെ ഇതാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ, കാരണം അങ്ങോട്ട് പൊക്കോട്ടെ പറഞ്ഞിട്ട്. അയ്യോ, ഒരു മീൻ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷമായി. ഗൈസ് അവിടെ ഒരു ചേട്ടനില്ലേ, ആള് ലൂറ് വെച്ചിട്ട് കാസ്റ്റ് ചെയ്യണം കേട്ടോ. അത് എന്ത് മീൻ പിടിക്കാനാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ആ അറ്റത്തൊരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ മീൻ പിടിക്കാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ ആരുമില്ല ഗൈസ്, എല്ലാവരും പോയി. വെയിലായപ്പോൾ എല്ലാവരും പോയി. ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് എങ്ങനെ ഞണ്ട് പിടിക്കാം, മൈദമാവ് യൂസ് ചെയ്തിട്ട്. ഇതേ കണ്ടോ, ഇതേ ഒരുത്തൻ നമ്മുടെ വലയിൽ വീണിട്ടുണ്ട്. അവനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, ഇത് കൊള്ളാവോ എന്നാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവനെ പിടിക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, കാരണം നമ്മൾക്ക് ബൈറ്റായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവൻ്റെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒലിക്കണം. പക്ഷേ കിട്ടിയില്ല ഗൈസ്, കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് നമ്മൾക്ക് അടുത്ത് പോയി പിടിക്കാൻ പറ്റില്ല. കണ്ടോ, അതല്ലാണ്ട് ഒരു പച്ച കളർ ഞണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, അവനിപ്പോൾ കാണാനില്ല കേട്ടോ. ഗൈസ് 2 അല്ല 3 വലിയ 4 വലിയ ഞണ്ട് കണ്ടോ, നോക്ക്. പിടിച്ചാലാ ഗൈസ്, നമ്മൾ മൈദ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഹാർബറിൽ പോയപ്പോൾ നമ്മൾക്ക് ചെമ്മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്നാൽ ശരി മൈദയിൽ പിടിക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല ഗൈസ്, അവിടെ ഒരു ചേട്ടൻ മൈദയിലാണ് ഇങ്ങനെ കുഴക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അപ്പോൾ മൈദയിൽ കിട്ടായിരിക്കുന്നത്. മൈദയിൽ ഏത് മീൻ കിട്ടുന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ നമ്മളിന്ന് ഒരു മീനെങ്കിലും പിടിച്ചിട്ടേ പോവുള്ളൂ. എല്ലാവരും പോയി കേട്ടോ, കാരണം നല്ല വെയിലായി തുടങ്ങിയിട്ട്. നമ്മളിപ്പോഴാണ് ഗൈസ് ഇവിടെ എത്തിയത്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം നേരം ഇരിക്കും. വെയിലൊന്നും നമ്മൾക്കൊരു പ്രശ്നമല്ല ഗൈസ്, നല്ല ചൂടൊക്കെ ഉണ്ട്. ഗായ്സ് നമ്മൾ ചൂണ്ടിയിട്ടപ്പോൾ നമ്മളുടെ ചൂണ്ടയിൽ കണ്ടോ ദൈവം കയറി കൊത്തി, നമ്മുടെ മീൻ പോയി. ആ ഒരു മീനേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവൻ തിന്നു. അയ്യോ ദേ നോക്ക് ഗായ്സ്, അവൻ്റെ നിപ്പ് കണ്ടോ. ആഹാ, നമ്മളൊക്കെ അങ്ങനെ ഈ ചൂണ്ടയിൽ ഞണ്ട് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. ഞണ്ട് വലിയ ഞണ്ട് കേട്ടോ, നോക്ക് പടച്ചോനെ, ഇത് നോക്ക് ഞണ്ടിൻ്റെ വലിപ്പം. ഓ അവൻ കരണ്ട് തിന്നണത്, ഒറ്റ കൈ കൊണ്ടൊക്കെ തിന്നണ. നോക്കവൻ്റെ തീറ്റ. പോടാ പോ. ഇപ്പൊ താന്നൂലേ, നമ്മുടെ ഫ്ലോട്ട് താന്ന പോലെ തോന്നിയാ. നമ്മുടെ കൊക്കി പോയി കുടുങ്ങുവിനി. ഞാനിത് അൺലോക്ക് ആക്കി വിട്ടിട്ടുണ്ട് കേട്ടോ, കാരണം കുറച്ച് അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് നോക്കാട്ടോ. തീറ്റ പോയിട്ടില്ല, തീറ്റ അതിൽ തന്നെ ഉണ്ട്. സോ മീൻ നമ്മുടെ തീറ്റിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. മീൻ കിട്ടുമായിരിക്കില്ലേ, ഇനി അതിൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഫ്ലോട്ട്. വലിയ തിരമാല വന്ന് ഗൈസ് നമ്മുടെ കൊക്കി കുടുങ്ങാനാണ് ചാൻസ്. ഇനി കൊക്കി കുടുങ്ങി, ഇനി എന്ത് ചെയ്യും നമ്മൾ ഗൈസ്? നമ്മുടെ കൊക്കി കുടുങ്ങി. കിട്ടി, പക്ഷേ നമ്മുടെ ഫ്ലോട്ട് പോയി. കുഴപ്പമില്ല, നമുക്ക് വേറെ ഫ്ലോട്ട് ഇടാം. എൻ്റെ കയ്യിൽ കുറേ ഫ്ലോട്ടിൻ്റെ സ്റ്റോക്ക് ഉണ്ട് ഗൈസ്. ഫ്ലോട്ട് കാണാനില്ല കേട്ടോ, ഫ്ലോട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഗൈസ് നമ്മൾ അടുത്തൊരു ഫ്ലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ വേറെ തെർമാക്കോളൊന്നും ഇല്ല, അപ്പോൾ ഒരു മരത്തിൻ്റെ കഷ്ണമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ഗൈസ്, നമ്മൾ ഇതിൽ എന്തായാലും പിടിച്ചിരിക്കും, അത് ഉറപ്പാണ്. വീഴാണ്ടിരുന്നാൽ മതി. പടച്ചോനെ, അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫ്ലോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. എവിടെ ഫ്ലോട്ടിനെ കണ്ടോ?
പെട്ടെന്ന് കാണാണ്ടായല്ലോ ഫ്ലോട്ട്. ആ ദേ കിടക്കണ്. അയ്യോ വല്ലാത്ത ചതിയായി പോയി. ഇതെന്തിട്ടും എങ്ങനെയൊക്കെ സംഭവിച്ചേ? അതാ അവിടെ ഒരു മീൻ പൊളിച്ചു. ആദ്യം ഇതൊന്ന് ശരിയാക്കട്ടെ. ഇതെങ്ങനെ ഇതിന്റെ സെറ്റപ്പ് റബ്ബേ. ഓ വല്ലാത്ത ചതിയായി പോയി ഗായ്സ്. വല്ലാത്തൊരു ട്രാപ്പിലാണ് നമ്മൾ പെട്ടിരിക്കണത്. ഇതെങ്ങനെങ്കിലൊക്കെ വെടിയിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചൂണ്ട പൊട്ടും. ഞാൻ നോക്കട്ടെ ഇതെങ്ങനെങ്കിലൊക്കെ വെടിയിപ്പിക്കാൻ പറ്റുമെന്ന്. പക്ഷെ എന്താണ് ഇത് നോക്ക്, 2 ഇതായിട്ട് കുടുങ്ങിയിരിക്കുകയാണ്. വീണ താഴത്ത് കിടക്കണ്ടോ പടച്ചോനെ. ഇത് എവിടെയാണ് കേട്ടോ, ഇത് എടുത്തു വിട്ടാൽ മതി. കിട്ടി 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 കിട്ടി. നമ്മുടെ ഫ്ലോട്ട് നമ്മൾക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാം. അവിടെ മീൻ വരും കേട്ടോ, മീൻ. ഇത് കുറച്ച് അൺലോക്കാക്കി വിടാൻ തോന്നുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് പോയിക്കോട്ടെ. ഇങ്ങോട്ടല്ലടാ, അങ്ങോട്ട് അങ്ങോട്ട്. ആ പറഞ്ഞതുപോലെ കേൾക്കുന്നുണ്ട്. അയ്യോ തീറ്റ പോയോ എന്നൊരു ഡൗട്ട്. തീറ്റ പോയി തോന്നുന്നു കേട്ടോ, നോക്കട്ടെ. ആ തീറ്റ പോയി. തീറ്റ ഇട്ടിട്ട് അത് നോക്ക്, കൊറേ മീനിന്റെ കുട്ടികള്, വെള്ള വെള്ള കളറ്. അയ്യോ ഇതിന് കാണാൻ പറ്റുന്നറിയില്ല. മീനിന്റെ കുട്ടികള് വെള്ള കളറില്. അയ്യോ ഇപ്പൊ കാണാനില്ല. ഇതേ അവിടെ 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 കൊറേ ഉണ്ട് കേട്ടോ വെള്ള കളറിൽ. ഇതേ അവിടെ 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 എവിടെ? ആ അവിടെ അവിടെ ഉണ്ട്. നമ്മൾക്ക് വീണ്ടും തീറ്റ ഇട്ട് കൊടുക്കാം. കുറേ മീനിന്റെ കുട്ടികൾ. അയ്യോ ഈ വീഡിയോയിൽ നേരെ കാണാൻ പറ്റില്ല കേട്ടോ. അത് അവിടെ നിന്ന് മുതലുണ്ട്, അവിടെ നിന്ന് മുതൽ ഇങ്ങനെ നടക്കണം. കുറേ വെള്ള കളറ് മത്തിൻ്റെ കുട്ടികളായിരിക്കും. ഇനി അത് മീനാണോ? അതാ വരുന്നു. ഇത് അവിടെ അവിടെ ഒരു വെള്ള കളറ് കേട്ടോ. നമ്മൾക്ക് വേഗം തീറ്റ സെറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കിട്ടുമായിരിക്കുമല്ലേ ഇന്ന് മീന്? അമ്മ നല്ല വെയിൽ ഗായ്സ്, എൻ്റെ പുറമൊക്കെ പൊള്ളണം. അതോ 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 അതെന്തിട്ട് മീനാണോ? അത് മീനാണോ? മീന് പോലെ ഉണ്ട് കേട്ടോ, നീല കളർ മീന്. എന്നാ പിടിച്ചോ, തിന്നോ തിന്നോ, തീറ്റ തിന്നോ. ആ നീല കളർ മീന്. മീനല്ല, എന്ത് ബോട്ടിലോ തോന്നുന്നുണ്ടല്ലേ. എന്തേലുമൊക്കെ ആവട്ടെ, മീന് കിട്ടിയാൽ മതി ഗായ്സ്. ഒരു മീന് ഒന്ന് കിട്ടിയാൽ ഞാൻ ഇതിവിടെ അവസാനിപ്പിച്ച് വീട്ടിൽ പോവും. പക്ഷെ കിട്ടണ്ടേ, ഒരു മീൻ പോലും കിട്ടുന്നില്ല. അതെന്താ അവിടെ അങ്ങനെ? അവിടെ വലുതായിട്ട് ഇത് കണ്ടോ, അവിടെ പൊളയ്ക്കുന്നുണ്ട് ഗായ്സ്. മത്തി വരുമോ ഇനി ഈ സമയത്ത്? കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് അവിടെ കുറേ മീനുകൾ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട് ഗായ്സ്. അയ്യോ നല്ല വെയിലുണ്ട് കേട്ടോ, സഹിക്കാൻ പറ്റാത്ത വെയിലായിപ്പോ. കുറേ കുഞ്ഞ് വെള്ള കളർ മീൻ കേട്ടോ. പിടിച്ചിട്ട് പോയാലോ. അത് നമ്മുടെ അടുത്ത്, ഇത്രയുള്ള അടുത്ത്. നമ്മുടെ ഫ്ലോട്ട് എന്തായി, നമ്മുടെ തീറ്റ എന്തായി നോക്കട്ടെ. തീറ്റ പോയോ നോക്കട്ടെ കേട്ടോ. മീന് കിട്ടിയാ ഗായ്സ്? എന്തോ ടൈറ്റ് ഇല്ല, മീന് കിട്ടിയിട്ടില്ല ഗായ്സ്. നമ്മുടെ ഫ്ലോട്ടിന്റെ ബാക്കിൽ ഒരു മീന് വരുന്നുണ്ട്. മീന് ഒരു വെള്ളയും കറുപ്പും പോലത്തെ ഒരു മീന്. അമ്മ എൻ്റെ തൊണ്ടയൊക്കെ അടിച്ചു പോണ്. ഒരു വെള്ളയും കറുപ്പും മീൻ വന്നിട്ട് നമ്മുടെ ബാക്കില്, അല്ല നമ്മുടെ ഫ്ലോട്ടിന്റെ ബാക്കില്. ഇനി നമ്മൾക്ക് കുറച്ച് ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് ഈ സൈഡ് പോവാം. ഒരു മീന് കറി വെക്കാനൊന്നും അല്ല, ഒരു ആഗ്രഹം. കടലിന് മീന് പിടിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം. പക്ഷെ കിട്ടുന്നില്ലല്ലോ ഗായ്സ്. നമ്മുടെ ഫ്ലോട്ട് അങ്ങ് ദൂരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതോ അവിടെ എത്തിയിട്ടുണ്ട്. എന്തോ ഒരു അത് ഇവിടെ കുടുങ്ങി നമ്മുടെ സംഭവങ്ങൾ. ഓ ഇതെന്നെ പാണിയവന്മാർക്ക് വീണ്ടും കുടുങ്ങി. എൻ്റെ റബ്ബേ.
ആ കിട്ടി 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 ഗൈസ്. ആ ചേട്ടന് മീൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. ആള് മതിയാക്കുന്ന തോന്നണേ. നമ്മൾക്കും കിട്ടുന്നില്ല. ദേ അവിടെ ഇല്ലേ, അവിടെ 2-3 ചേട്ടന്മാരുണ്ട്, അവർക്കും കിട്ടുന്നില്ല കേട്ടോ. അവിടെ മീൻ പിടിക്കുന്നുണ്ട്, അവർക്കും കിട്ടുന്നില്ല. പക്ഷേ ഇല്ല, ഈ ഫ്ലോട്ട് ആ സമയത്ത് ഇങ്ങോട്ട് വരിക. മീൻ തീച്ചന്റെ ബാക്കിൽ വരണ സമയം നോക്കി. എവിടെ നമ്മുടെ ഫ്ലോട്ട്? ആ തീറ്റ. ആർക്കും മീൻ കിട്ടുന്നില്ല, എനിക്ക് മാത്രമല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മളെ ഈ അവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ സമയമില്ലേ, ഒരു 10:30 ആയിട്ടുണ്ട്. നമ്മള് 8 മണിക്കൊക്കെ വന്നതാ. ഈ 2.5 മണിക്കൂറായിട്ട് ഞാൻ വെയിൽ കൊണ്ട് മീൻ പിടിക്കാണ് ഗൈസ്. ഒരു മീന് കിട്ടിക്കോടല്ലേ. ഫ്ലോട്ടൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് മീൻ കിട്ടില്ല എന്നാ തോന്നണം കേട്ടോ. നമ്മളിനി എന്ത് ചെയ്യും ഗൈസ്? എത്ര നേരമായി ശ്രമിക്കണേ. അവിടെ ആരും ഇല്ല കേട്ടോ. ആ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. കാരണം അത്രയും വെയിലായി. മീന് കിട്ടിയാ നോക്കട്ടെ. മീന് കിട്ടിയിട്ടില്ല. അതോ നമ്മുടെ ബാക്കിൽ വന്നു. പക്ഷെ ബാക്കിൽ വരുന്നുണ്ട്, എന്നാ കിട്ടണില്ല. ഗൈസ് നമ്മളിനി വീട്ടിൽ പോവാണ്. ഇനി നടപടി ആവില്ല. എനിക്ക് മാത്രമല്ല ഗൈസ്, ആർക്കും മീന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മീന് കിട്ടിയില്ല എന്നുള്ള കമന്റ് വരരുത്. ഗൈസ് ഡോൾഫിനെ കാണിച്ചു തരാട്ടോ. ഡോൾഫിൻ ഇനി ആരും കണ്ടില്ലെന്ന് പറയും. ദേ ഓ മൈ ഗോഡ്, നല്ല ഭംഗിയുണ്ട് ഗായ്സ് കാണാൻ വേണ്ടിയിട്ട്. കാണുന്നില്ലല്ലേ ക്ലിയർ ആയിട്ട്? കണ്ടാ? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അടുത്തേക്ക് വാ. ഈ മീൻ പിടിക്കുന്നവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അതും കടലില് നല്ല വെയിലിട്ടാ, സഹിക്കാൻ പറ്റുന്നില്ല. ആകെ 11 മണി ആയിട്ടുള്ളൂ, പക്ഷെ സഹിക്കാൻ പറ്റാത്ത വെയില്. എന്താ റബ്ബേ, നല്ല ചൂടും. ദേ നോക്ക്, അവിടെ നോക്ക്, കുറേ ചേട്ടന്മാർ ഇപ്പോഴും വലയിട്ടുകൊണ്ടിരിക്കുക. ഞാൻ വന്നപ്പോൾ തന്നെ അവർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ അവർ അവിടെ മീൻ പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വേറെ നമ്മുടെ റോഡ് യൂസ് ചെയ്തിട്ട് മീൻ പിടിക്കുന്നവരൊക്കെ പോയി കേട്ടോ. അതല്ലാതെ വലയിട്ട് മീൻ പിടിക്കുന്നവരും പിന്നെ നമ്മൾ ഈ വെട്ട് ചൂണ്ടയൊക്കെ ഇടുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് മീൻ പിടിക്കുന്ന ആൾക്കാർ 2-3 പേരൊക്കെ ഉള്ളൂ. ഞാൻ നിർത്തി ഗൈസ്, എന്നെ കൊണ്ടാവുന്നില്ല. എൻ്റെ തൊണ്ടയിലെ വെള്ളമൊക്കെ വെച്ച് നല്ല വിശപ്പ്, പോരാത്തതിന് നല്ല വെയിലും. വരുമ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടി ഭയങ്കര എനർജിയിൽ വന്നതാണ് കേട്ടോ. പക്ഷെ ഇപ്പം അതൊക്കെ പോയി. വയ്യാണ്ടായി ഗൈസ്, വയ്യ, നല്ല പോലെ വയ്യ, നടക്കുന്നില്ല കേട്ടോ. ചിലർക്ക് റെഡിയാവും, ചിലർക്ക് റെഡിയാവില്ല എന്നാണല്ലോ. പക്ഷെ എനിക്ക് എപ്പോഴും റെഡി ആവാറില്ല ഗൈസ്. എപ്പോഴും മീൻ കിട്ടാറില്ല. എന്തുകൊണ്ട് എനിക്ക് മടുത്തു. ഓ ഇതന്നെയല്ല ഞാൻ എപ്പോഴും പറയണത്. പക്ഷേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അത് കാണാതെ പോകരുത്. ഞാൻ 10-20 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ടാണ് ഞാൻ ഈ ചൂണ്ടിയിടാൻ വേണ്ടി വരുന്നത്. എന്നിട്ട് പോലും മീൻ കിട്ടുന്നില്ല. ഭയങ്കര സങ്കടം. പക്ഷേ ഇല്ലേ, നമ്മൾക്കൊരു ചേട്ടൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇട്ട സ്ഥലത്ത് നിന്ന് കുറച്ച് അപ്പുറത്ത് പോയി പറഞ്ഞാൽ ഈ ഒരു ബണ്ട് പോലത്തെ സംഭവം ഉണ്ട്. അവിടെ പോയി പറഞ്ഞു വെച്ചാൽ നമുക്ക് ചെമ്മീനൊക്കെ ഇട്ട് പറഞ്ഞു വെച്ചാൽ മീൻ കിട്ടും എന്നൊക്കെയാണ് ആൾ പറഞ്ഞത്. നിങ്ങളിതുപോലെ പറയാറുണ്ട്, ഞാൻ അതുപോലെ ചെയ്യാറുണ്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾക്ക് ഇതുപോലെ ചെയ്യാറ് കേട്ടോ. നമ്മൾ ചെമ്മീന് ഇന്ന് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഗൈസ്. നമ്മൾക്ക് ചെമ്മീന് തലേ ദിവസമൊക്കെ മേടിച്ച് വെച്ചിട്ട് നമ്മൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ വയ്യ ഗൈസ്, ഇനി വണ്ടിൻ്റെ അവിടെ എത്തട്ടെ. അതൊക്കെയാണ് നമ്മളെ കടലിൽ ചൂണ്ടാൻ പോയിട്ടുള്ള വിശേഷങ്ങൾ കേട്ടോ. ഗൈസ് നമ്മൾ കുറച്ചധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് മീൻ കിട്ടുന്നില്ല കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം എന്തായാലും ശരിയാക്കാം കേട്ടോ. അപ്പൊ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് വെച്ചാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ.